ക്യാമറകൾ പകർത്തിയത് കോടികളുടെ നിയമലംഘനം. പിഴയായി കിട്ടാനുള്ളത് 594 കോടി രൂപ. നിർമ്മിത ബുദ്ധിയുള്ള ക്യാമറകൾ വഴി കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന് ഇനിയും ലഭിക്കാനുള്ളത് കോടികൾ. പിഴത്തുക പകുതിയായി കുറച്ചുകൊണ്ടുള്ള പദ്ധതി പോലും വേണ്ട രീതിയിൽ ഫലപ്രദമായില്ല. മെയ് 20 വരെയുള്ള കണക്ക് പ്രകാരം 594.67 കോടി രൂപയാണ് പിഴ ഇനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് കിട്ടാനുള്ളത്. 87.52 ലക്ഷം പേരാണ് ഇനിയും പിഴ അടയ്ക്കാനുള്ളത്. സേവ് കേരള പദ്ധതി പ്രകാരം 2023 ജൂൺ മുതലാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ വഴി നിരീക്ഷണം തുടങ്ങിയത്. കഴിഞ്ഞ മെയ് വരെ 922.04 കോടി രൂപയുടെ പിഴത്തുകയാണ് ചലാൻ നൽകിയത്. 1.42 കോടി പേർക്കാണ് പിഴ ചുമത്തിയത്. അതിൽ 55.52 ലക്ഷം പേർ അടച്ച 327 കോടി രൂപ മാത്രമാണ് വകുപ്പിന് ലഭിച്ചത്. ഈ കുടിശ്ശിക കുറയ്ക്കാനാണ് ഏപ്രിൽ അവസാനം വരെ ഇളവുകൾ പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ വരെയുള്ള കേസുകളിൽ പിഴയുടെ പകുതി മാത്രം നൽകിയാൽ മതിയെന്നായിരുന്നു ഇളവ്. ഇത് ഉപയോഗപ്പെടുത്തിയത് 3.92 ലക്ഷം പേർ മാത്രമാണ്. സ്വരൂപിച്ചത് 13.04 കോടി രൂപയും. ഇതിനുശേഷവും 594.67 കോടി ലഭിക്കാനുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക്. 225 കോടി രൂപ മുടക്കി സ്ഥാപിച്ച 675 AI ക്യാമറകളിൽ നിന്ന് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ക്യാമറ സ്ഥാപിച്ച ശേഷം അപകട നിരക്ക് 7.5% കുറയ്ക്കാനായെന്നാണ് റിപ്പോർട്ട്. കരാർ പ്രകാരം 36.95 കോടി രൂപ കൂടി ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് ക്യാമറകൾ സ്ഥാപിച്ച കമ്പനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ബാക്കി തുക കൂടി പിരിച്ചെടുക്കാനും ചലാനുകൾ തീർപ്പാക്കാനും വീണ്ടും ഇളവുകൾ പ്രഖ്യാപിക്കുകയോ തുടർ നടപടികൾ കർശനമാക്കുകയോ ചെയ്യേണ്ടി വരും.